ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റേക്ക് മൂവീസ്. അപ്പോൾ ഇന്നൊരു ന്യൂ മൂവിയുടെ ചെറിയൊരു സ്റ്റോറി ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ റിലീസായിട്ടുള്ള മരണമാസം എന്ന മൂവിയുടെ ചെറിയ ഒരു പ്ലോട്ടും അതിൻ്റെ സ്റ്റോറിയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മരണമാസം എന്ന് പറയുന്നത് 2025 റിലീസായ മലയാളം ബ്ലാക്ക് കോമഡി ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ് ആണ്. അതുപോലെ അനിഷ്മ അനിൽകുമാർ, രാജേഷ് മാധവൻ, ബാബു ആൻ്റണി, സുരേഷ് കൃഷ്ണ, അങ്ങനെ ഒരുപാട് സപ്പോർട്ടിംഗ് റോൾസും ഉണ്ട്. അതിനേക്കാളും ഒരു വിശേഷമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ ടൊവിനോ തോമസ് ആണ്. അപ്പോൾ എന്തായാലും ചിത്രം അത്രയും അടിപൊളിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്താണ് അതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു സീരിയൽ കില്ലറാണ്. ഒരു സീരിയൽ കില്ലർ, ഈ വയസ്സായ ആണുങ്ങളെ മാത്രം കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സീരിയൽ കില്ലറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വയസ്സായ ആൾക്കാരെ കൊല്ലുക, അതിന് പുറമെ അവരുടെ വായിലൊരു പൂവൻ പഴം എടുത്ത് വെച്ചു കൊടുക്കുക. ഇതാണ് ഈ സീരിയൽ കില്ലറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ബനാന, അതുകൊണ്ട് തന്നെ ഇയാൾ പൂവൻ പഴം എടുത്ത് വായി വെക്കുന്നത് കൊണ്ട് തന്നെ ഇയാളെ ബനാന കില്ലർ എന്നാണ് പറയുന്നത്. ഈ ബനാന കില്ലർ നാട്ടിലെങ്ങും ഭയങ്കരമായി ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതാരാണ് ഈ കില്ലറെന്നും അയാൾ എന്തിനാണ് ഈ വയസ്സായ ആണുങ്ങളെ മാത്രം കൊല്ലുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാണ് അയാൾ കൊല്ലുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടെന്നൊക്കെ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ വിക്ടിംസിനെ കണ്ടുപിടിക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇയാൾക്ക് വേണ്ടി സെർച്ച് നടത്തുമ്പോൾ വേറൊരാൾ ചിത്രത്തിൽ വേറൊരു പ്രശ്നം, കലാപം ഉണ്ടാക്കുന്നുണ്ട്. ആ ആളാണ് ലൂക്ക് PP, അതായത് ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അയാളാണ് നമ്മുടെ കഥയുടെ ഹീറോ. അങ്ങനെ പോലീസ് ബനാന കില്ലറിനെ പിടിക്കുന്നതിന് പകരം ഈ ലൂക്കിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്തെന്ന് വെച്ചാൽ ഇയാളാണ് സീരിയൽ കില്ലർ എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ അയാളല്ല സീരിയൽ കില്ലർ. ലൂക്ക് എന്ന് പറയുന്നത് ഒരു സിഗ്മ മെയിലായിട്ടുള്ള ഒരു യൂട്യൂബറാണ്. അതുപോലെ ഒരു ഇൻഫ്ലുവൻസറുമാണ്. ഇയാൾ മറ്റുള്ള ആൾക്കാരുടെ ഡേർട്ടി സീക്രട്സ് ഒക്കെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതിലൂടെ നാടിനെ മൊത്തം നന്നാക്കാം എന്നുള്ളൊരു ബുദ്ധിയാണ് ലൂക്ക് കാണിക്കുന്നത്. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇയാൾ പഞ്ചായത്തിൻ്റെ ഹെഡായിട്ടുള്ള ആളിൻ്റെ ഫോണിൽ നിന്നും അയാൾ സെർച്ച് ചെയ്യുന്ന വൃത്തികെട്ട സൈറ്റുകളുടെ കാര്യങ്ങളും അതുപോലെ അതിനെ കൊണ്ട് വില്ലേജിൽ പ്ലാസ്റ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനെ OLXലിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടിടുന്നു. അങ്ങനെയുള്ള തല്ലിപ്പൊളി കാര്യങ്ങളാണ് ഈ ലൂക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇയാളുടെ ഈ കുരുത്തക്കേടുകൾ കണ്ടിട്ട് ആ ഒരു മൊത്തം വില്ലേജും 16 ലക്ഷം കൂട്ടിവെച്ച് ഇയാളെ എങ്ങനെയെങ്കിലും ഈ സ്ഥലത്ത് നിന്ന്, അതായത് ഇവരുടെ വില്ലേജിൽ നിന്ന് ചെക്ലോസ്ലോവാക്കിയയിലേക്ക് വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പൈസ ശേഖരിച്ച് കൊടുക്കുന്നു. ആകെ ലൂക്കിന് ആശ്രയമായിരുന്നത് ലൂക്കിൻ്റെ ഗേൾ ഫ്രണ്ടായ ജെസ്സി ആയിരുന്നു. അപ്പോൾ ജെസ്സി എന്ന് പറയുന്നത് അനിഷ്മ അനിൽകുമാർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ഈ ജെസ്സിയും ഇയാളുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. കാരണം വേറൊന്നുമല്ല, ഇയാളിങ്ങനെ ജീവിതത്തെ പറ്റി വലിയ സീരിയസ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ജെസ്സി ബ്രേക്കപ്പ് ആവുന്നത്. എങ്ങനെയെങ്കിലും ലൂക്കിന് ജെസ്സിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കുക, അതായിരുന്നു ലൂക്കിൻ്റെ ലക്ഷ്യം. അതിനുള്ള ജേണിയാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രി ജെസ്സി എവിടെയോ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ടൈം ഒരു ബസ്സിൽ കയറുന്നു. ആ ബസ്സിൽ ലൂക്കും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവറാണ് ജിക്കു. അരുവി എന്ന് പറയുന്ന ബസ് കണ്ടക്ടർ, ഒരു വയസ്സായ ഒരു ആളും അതുപോലെ ഒരു അറിഞ്ഞൂടാത്തൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ഈ ബസ് റൈഡാണ് ചിത്രത്തിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. അവിടെയാണ് എല്ലാ സ്റ്റോറിയും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ചിത്രത്തിൻ്റെ ചെറിയൊരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കാണാനൊരു ആകാംക്ഷ കാണും. എന്തൊക്കെ രസകരമായ നിമിഷങ്ങളാണ് ഈ ചിത്രത്തിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആകാംക്ഷ കാണും. അപ്പോൾ നല്ല മൂവിയാണ് കേട്ടോ, നല്ല എൻ്റർടൈനിങ് കോമഡി മൂവിയാണ്. അതുപോലെ ബേസിൽ ജോസഫ് ആണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം അതൊരു എൻ്റർടൈനിങ് മൂവി ആയിരിക്കും. പക്ക എൻ്റർടൈനിങ് കോമഡി മൂവിയാണ്. അപ്പോൾ ഈ ഇടക്കാലത്ത് ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടറിൽ പൊന്മാൻ, പ്രാവിൻകൂട് ഷാപ്പ്, നുണക്കുഴി എല്ലാത്തിലും കുറച്ച് കോമഡി, കുറച്ച് സീരിയസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ചിത്രത്തിൽ കമ്പാരിറ്റീവ്ലി എൻ്റയർ ആയിട്ട് കോമഡിയാണ് ചിത്രത്തിൽ ചെയ്യുന്നത്. ലൂക്ക് PP എന്ന് പറയുന്നത് ബേസിൽ ജോസഫിൻ്റെ കോമഡി കാണിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ജെൻസി സിഗ്മ മെയിൽ ക്യാരക്ടറായിട്ട് വരാൻ ഇത്രയും ആപ്റ്റായിട്ടുള്ള വേറൊരു വ്യക്തി മലയാളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഹെയർ കട്ടും അതുപോലെ ആ ഒരു വസ്ത്രങ്ങളുടെ ആ ഒരു ഇതും അതൊക്കെ ചിത്രത്തിലും വളരെ വ്യത്യസ്തമായിട്ട് ലൂക്ക് PP, അതായത് ബേസിൽ ജോസഫ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, ബാബു ആൻ്റണി, അനീഷ് മാനൽകുമാർ എല്ലാവരും അതിനോടൊപ്പം തന്നെ പിടിച്ച് കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. അതുപോലെ ഈ ചിത്രത്തിൽ നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട്സിനെയൊക്കെ കളിയാക്കിക്കൊണ്ടൊരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല സൂപ്പറായിട്ടിട്ട് സേവ് ദ ഡേറ്റിനെയൊക്കെ കളിയാക്കിയിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം ഈ ചിത്രത്തിൽ ചിരിക്കാനുള്ള സംഗതികളുണ്ടെന്ന് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഒരു ഫൺ റൈഡ് മൂവിയാണ് മരണമാസ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കണം. നല്ലൊരു എൻ്റർടൈനിങ് കോമഡി മൂവിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ചിത്രം കണ്ടവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ഏതാണ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.